നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ വരുന്ന ഏതൊരു വിഷയവും തൻ്റെ നാമമഹത്വത്തിനായിട്ട് ദൈവം അത് അനുഗ്രഹിച്ച് നമുക്ക് നൽകും. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയരും സ്വാഗതം. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം ഈ സന്ദേശം കർത്താവിൻ്റെ നാവായിട്ട്, കർത്താവിൻ്റെ ശബ്ദമായിട്ട് ദൈവം നമ്മളോട് ഇടപെടട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന എലീശായുടെ ലൈഫിനകത്ത് അസാധാരണമായിട്ടുള്ളൊരു വീര്യപ്രവൃത്തിയുടെ ഒരു അനുഭവമാണ്. നയമാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല ഭാഗങ്ങൾ നമ്മൾ മോർണിംഗ് മന്നായിൽ പല സന്ദർഭങ്ങളിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും എലീശയുടെ ജീവിതം നമുക്ക് നൽകുന്ന അനുഭവ പാഠങ്ങൾ എന്നുള്ള ഈ മെസ്സേജിനകത്ത് ഇതുള്ളതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നു. ആ ഭാഗത്തിൽ പ്രധാനമായിട്ട് കാണാൻ കഴിയുന്നത് ആ പെൺകുട്ടിയെ. അവളുടെ പേര് ബൈബിളിലില്ല. ബൈബിളിൽ പ്രയോജനകരമായ രീതിയിൽ ഉന്നത തലങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട പലരുടെയും പേരുകൾ ബൈബിളിലില്ല. നമ്മുടെ പേരുകൾ ബൈബിളിൽ വന്നിട്ടില്ലെങ്കിലും നമ്മുടെ കർത്താവിൻ്റെ നാമം ഹല്ലേലൂയ മഹത്വപ്പെടുന്നതിനകത്താണ് കാര്യമെന്ന് ചിന്തിച്ച പ്രിയപ്പെട്ടവരാ ഇവരോരോരുത്തരും. പ്രിയ മക്കളെ, മനുഷ്യരാൽ അറിയപ്പെടുന്നതിനെക്കാട്ടിൽ ദൈവത്താൽ അറിയപ്പെടാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇന്ന് പല പ്രിയപ്പെട്ടവരുമുണ്ട്, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തിട്ട് അത് ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുന്നത്. പക്ഷെ വചനം പറയുന്നു, വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയരുത്. ഈ ചെറിയവരിലൊരുത്തൻ ചെയ്യുന്നത് നിങ്ങൾ എനിക്ക് ചെയ്തിരിക്കും. മടങ്ങി വരട്ടെ. ആമേൻ. ഈ ഇസ്രായേലിലെ ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ നയമാൻ്റെ ഭവനത്തിൽ അവൾ കടന്നു ചെല്ലുമ്പോൾ ഒരു പ്രയാസകരമായ അനുഭവത്തിലൂടെ അവൾ എത്തപ്പെട്ട് അവൾ ജീവിച്ചു വരുന്ന ചുറ്റുപാടിൽ നിന്ന്, വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നിന്ന് ആമേൻ ഒരു പരിചയമില്ലാത്ത ഇടത്തേക്ക് വരുമ്പോൾ എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടുക, എങ്ങനെയെങ്കിലും അവിടുന്ന് പുറത്തു വരിക എന്നുള്ളതായിരിക്കും ആഗ്രഹം, ചിന്ത. ആമേൻ. അതിനുവേണ്ടിയുള്ള പഴുതുകളായിരിക്കും നോക്കുന്നത്. പക്ഷേ ഈ പെൺകുട്ടിയെ നിങ്ങൾ നോക്കിയേ. ഈ പെൺകുട്ടി ആ ഭവനവുമായിട്ട് ഒരുമയുടെ ഒത്തൊരുമിച്ച് പോകുന്ന ഒരു അനുഭവം നമുക്ക് കാണാനായിട്ട് കഴിയും. എന്തുകൊണ്ട് അതിന് കഴിഞ്ഞ അവൾക്ക്? വേറൊന്നും അല്ല പ്രിയ ദൈവമക്കളെ, ദൈവത്താലാണ് ഞാൻ ഇവിടെ എത്തപ്പെട്ടത് എന്നുള്ളൊരു ബോധ്യം ആ പെൺകുട്ടിക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. ചില നെഗറ്റീവ് സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ഞാൻ നിങ്ങൾ പെറുപെറുക്കാതെ, പരാതി പറയാതെ, ഈ അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുന്നതിന്, ഈ അവസ്ഥയിലൂടെ എന്നെ ദൈവം കടത്തിവിടുന്നതിന് ഏത് പാഠമാണ് എന്നെ ദൈവത്തിന് പഠിപ്പിക്കാനുള്ളത് എന്ന് ദൈവത്തോട് ചോദിച്ചാൽ ദൈവം പറയും, മക്കളെ, ഇവിടെ ഒരു നയമാനുണ്ട്, ഇവിടെ വിടുവിക്കപ്പെടേണ്ട ഒരു വിഷയമുണ്ട്, നിന്നിലൂടെ ഞാനത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്, അതിനാ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നേ. ഈ ശബ്ദം കേൾക്കുന്ന പല വിദേശ രാജ്യങ്ങളിലുള്ള പല സഹോദരങ്ങളും ദൈവാത്മാവ് എനിക്ക് തരുന്ന നിയോഗത്തിൽ ഞാൻ പറയാം. ആമേൻ. നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടെയാണ് ആമേൻ പല കാര്യങ്ങൾക്ക് ചുവട് വെച്ച് ചിലയിടങ്ങളിൽ എത്തപ്പെട്ടത്. എന്നാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് ചിലത് സംഭവിച്ചപ്പോൾ ദൈവത്തോട് പരാതി പറഞ്ഞ് ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, പ്രാർത്ഥിച്ചവരോട് ഇനിയൊരു ബന്ധവും വേണ്ട, എന്തൊക്കെ കാര്യങ്ങളാണ് ദൈവം പറഞ്ഞിരുന്നത്, കണ്ടില്ലേ നേരെ ഓപ്പോസിറ്റ് അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് എന്ന് പറഞ്ഞ് കേൾക്കുന്നവരുണ്ട്. അവരോട് ഞാൻ പറയട്ടെ, ഈ പെൺകുട്ടിയെപ്പോലൊരു ദൈവപ്രവൃത്തിക്ക് വേണ്ടിയാണ് എന്നെ ദൈവം ഇവിടെ എത്തിച്ചിരിക്കുന്നത്, അത് ഞാൻ വേഗത്തിൽ കാണും എന്നുള്ളൊരു സമർപ്പണത്തിലേക്കും തീരുമാനത്തിലേക്കും പ്രാർത്ഥനയിലേക്കും കടന്നു വരാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ ഏത് തിക്താനുഭവത്തിനകത്തും ഒളിഞ്ഞിരിക്കുന്ന നന്മ ദൈവത്താൽ പുറത്തു വരിക തന്നെ ചെയ്യും. കേട്ടോ? അതുകൊണ്ട് ഈ നിമിഷം തൊട്ട് പരാതി പറയുന്നത് ഒഴിവാക്കിയിട്ട് ഈ വീട്ടിനകത്ത് എന്നെ കൊണ്ടുവന്നത്, ഈ രാജ്യത്തെന്നെ കൊണ്ടുവന്നത്, ഈ സ്ഥലത്തിപ്പോൾ എന്നെ ആക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ചില പ്രത്യേക പദ്ധതിക്ക് വേണ്ടിയാണ്, അതിനായിട്ട് എന്നെ സമർപ്പിക്കുന്നെന്ന് പറയാൻ നമുക്ക് കഴിയട്ടെ. ആ പെൺകുട്ടി നിങ്ങൾ നോക്കി, അവൾ പറഞ്ഞത് കറക്റ്റ് സുവിശേഷമാണ്. ഇസ്രായേലിലൊരു പ്രവാചകനുണ്ട്, ആ പ്രവാചകൻ്റെ അടുത്ത് നിങ്ങൾ കടന്നു എന്നാൽ ഈ വിഷയത്തിനകത്ത് ശാശ്വതമായ പരിഹാരമുണ്ട്. അതാണ് തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞത്.
നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊരു കാര്യമില്ല. തൻ്റെ മക്കളെ മാനിക്കാനായിട്ട്, തൻ്റെ ജനത്തെ അനുഗ്രഹിക്കാനായിട്ട് സർവകൃപാലുവായ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യും? ഇതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കും. ഈ പ്രഭാതത്തിൽ ഇന്നലകളിൽ പിറുപിറുത്തത് കർത്താവിനോടൊന്ന് ക്ഷമ ചോദിച്ചിട്ട്, അപ്പാ ഇതിനകത്ത് മറഞ്ഞിരിക്കുന്ന ആ നന്മയെ എൻ്റെ മുമ്പിലൊന്ന് പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ച് ദൈവപ്രവൃത്തി ദൈവം ആരംഭിക്കും. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനം എത്ര ക്ലിയറായിട്ടുള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഈ സന്ദേശത്തിന് മുമ്പ് ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുമോ? ഇളയവനോടൊപ്പം ഈ സന്ദേശം കേൾക്കുന്ന പല രാജ്യങ്ങളിൽ, വ്യത്യസ്ത ടൈം സോണുകളിൽ, പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. വളരെ ആഴമായിട്ടാണല്ലോ അങ്ങ് ഇപ്പോൾ അവരോട് സംസാരിച്ചത്. ഹൃദ്യമായിട്ടാണല്ലോ അവരോട് ദൈവം ഇപ്പോൾ ഇടപെട്ടത്. ഈ വചനം ഇപ്പോൾ അവരുടെ ലൈഫിനകത്ത് അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വരെ കാണാത്തൊരു ദൈവപ്രവൃത്തിക്കായിട്ട് സ്വർഗ്ഗം ഞങ്ങളെ ഒരുമിച്ചൊരുക്കിയാട്ട്. വിലപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഞങ്ങൾ റെഡിയാകുന്നു. മഹത്വം മുഴുവൻ അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.